എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് അബിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അബിയോട് ജാനകി അവസാന സത്യങ്ങളൊക്കെ തുറന്നു പറയണം. അബിയേട്ടാ, എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ അമ്മയെ അവസാനമായിട്ടൊന്ന് കാണണം. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ അമ്മ എവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും എനിക്ക് അവിടെ എത്തണം. എൻ്റെ അമ്മയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം. ഒരു ദിവസമെങ്കിലും എൻ്റെ അച്ഛൻ്റെ മുന്നിൽ നിർത്തിയിട്ട് എനിക്ക് പറയണം അയാളോട് എൻ്റെ അമ്മ ഇതാണെന്നുള്ള കാര്യം. പിന്നെ അച്ഛനാരാന്നുള്ള കാര്യം പിന്നെ അയാൾക്ക് അന്വേഷിച്ച് നടക്കേണ്ട കാര്യം വരത്തില്ല എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ അബി പറഞ്ഞു, ധൈര്യമായിട്ടിരിക്കുക, എന്തിനും ഏതിനും നിന്നോടൊപ്പം ഞാനുണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകിനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാം. പക്ഷെ അങ്ങനെ പറഞ്ഞാലും അബിക്ക് അറിയില്ലായിരുന്നു എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊക്കെ. കാരണം അച്ഛൻ അത് പകുതിയാക്കി വെച്ചിട്ട് പോയൊരു കാര്യമാണ്. ഇതുവരെയായിട്ടും അതിനെക്കുറിച്ചുള്ള സത്യങ്ങൾ അറിയത്തില്ല. അച്ഛൻ ആ സമയത്ത് മരിച്ചു പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ എവിടെ തുടങ്ങാനാ, ആരോട് ചെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കിട്ടുക. അങ്ങനെ രാത്രി ഉറങ്ങാൻ കിടന്നിട്ട് അബിക്ക് ഒരു പോളെ കണ്ണ് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെയായിരുന്നു ജാനകിയുടെ കാര്യവും. ജാനകിക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. തൻ്റെ അമ്മേനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയണം. അച്ഛൻ പറഞ്ഞു വെച്ചിട്ടാണെങ്കിൽ ഫയലിനകത്തുണ്ട്. പക്ഷെ ഏത് ഫയല്? അബിയേട്ടൻ ആ മുറിയിൽ അടിച്ചു പെറുക്കി കുറെ ഫയലുകളൊക്കെ നോക്കിയതാ. പക്ഷെ അതിനകത്തൊന്നും അമ്മയെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ അത് ഏതായിരിക്കും, എന്തായിരിക്കും? എന്നാലും അങ്ങനെ വെറുതെ ഇരിക്കാനായിട്ട് ജാനകി ഉദ്ദേശിച്ചില്ല. ജാനകി രണ്ടും കൽപ്പിച്ച് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ്. ഒന്നും കൂടെ പോയി അച്ഛൻ്റെ മുറിയൊന്ന് പരിശോധിക്കണം എന്ന് കരുതുവാണ്. പിറ്റേ ദിവസം പതിവ് പോലെ തന്നെ അബി ഓഫീസിലേക്ക് പോവാണ്. അബി ഓഫീസിലേക്ക് ചെന്നത് വേറൊന്നിനും വേണ്ടിയിട്ടായിരുന്നില്ല. കാരണം അബിക്ക് കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു. അവിടെ ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയാലോ. മുമ്പ് രാധാമണി വാരിച്ചർ അവിടെയായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ 10-25 വർഷം മേലെയുള്ള ഡീറ്റെയിൽസ് ചിലപ്പോൾ കിട്ടിയിരിക്കും എന്നൊരു പ്രതീക്ഷയോട് വിട്ടാണ് അബി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അങ്ങനെ ചെന്നിരുന്നിട്ട് അബി അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കുകയാണ്. പക്ഷെ നോക്കിയിട്ടൊന്നും അബിക്ക് ഒരെത്തും പിടിയും കിട്ടിയില്ല. അതിനുശേഷം അബി എന്ത് ചെയ്യുകയാണ്, അവിടെയുള്ള ഏറ്റവും പ്രായം കൂടിയ മതിച്ചേട്ടനെ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. വിളിച്ചിട്ട് മതിച്ചേട്ടനോട് പറഞ്ഞു, മതിച്ചേട്ടാ, എനിക്കൊരു കാര്യം അറിയാണ്ട്. മതിച്ചേട്ടൻ കുറേ വർഷങ്ങളായാലും ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഏറ്റവും കൂടുതൽ സീനിയോറിറ്റിയുള്ള മതിച്ചേട്ടനല്ലേ. എനിക്ക് ഒരാളെ കുറിച്ച് ചില വിവരങ്ങളൊക്കെ അറിയണം. അതിന് വേണ്ടിയിട്ടാ. ഒരു 10-25 വർഷം മുമ്പുള്ള രേഖകളൊക്കെ ഇവിടെ ഉണ്ടോയെന്ന് ചോദിക്കാം. ഇത് കേട്ടതും അയാൾ പറഞ്ഞു, അത് പിന്നെ കുഞ്ഞെ, ഇത്രയും വർഷം പഴക്കമുള്ളല്ലേ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പറയാണ്. എന്നെ കൊണ്ട് കഴിവിൻ്റെ പരമാവധി ഞാൻ നോക്കാം, പക്ഷെ ഞാൻ ഉറപ്പൊന്നും പറയില്ല എന്ന് പറയണം. അങ്ങനെ അബി അവിടെ ഇരിക്കുകയാണ്, എന്തെങ്കിലും ഒരു വിവരം കിട്ടിയാലോ എന്ന് കരുതിയിട്ട്. ആ സമയം ജാനകി നേരെ സൂര്യനാരായണന്റെ മുറിയിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ പിന്നീട് ജാനകി ഓരോ ഫയലായിട്ട് എടുത്തിങ്ങനെ നോക്കണം. അങ്ങനെ അവസാനം നോക്കി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഫോട്ടോ ഒട്ടിച്ച ഒരു പേപ്പർ കണ്ടു. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ജാനകി ഒരു നിമിഷം നോക്കി, ഇതാരാ? പക്ഷെ അതിനകത്ത് പേര് വേറെയാണ് കിടക്കുന്നത്. ഇതെങ്ങനെ ശരിയാവും? ഒരുപക്ഷെ രാധാമണി വാരിസർ എന്നുള്ള പേര് വിളിപ്പേരാണെങ്കിലോ ഒറിജിനൽ നെയിം ഇതാണെങ്കിലോ എന്നൊരു ചിന്ത ജാനകിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മിക്കവാറും ഇതായിരിക്കും തൻ്റെ അമ്മ. ആ ഫോട്ടോയിലേക്ക് ജാനകി ഒന്ന് സൂക്ഷിച്ച് നോക്കുകയാണ്. നല്ല സുന്ദരിയാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒരു പക്ഷേ ഇത് മുമ്പെങ്ങോ എടുത്ത ഫോട്ടോയാന്ന് തോന്നേ. അപ്പം ഇതായിരിക്കണം. അല്ലെങ്കിൽ അച്ഛൻ ഒരു കാരണവശാലും ഇതിവിടെ സൂക്ഷിച്ച് വെക്കേണ്ട കാര്യമില്ല. പിന്നീട് ജാനകി ആ ഫയലും നെഞ്ചോട് ചേർത്ത് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. അങ്ങനെ പുറത്തിറങ്ങി വന്നിട്ട് ഇങ്ങനെ നോക്കി, ദൈവമേ, ഇതായിരിക്കണേ. അങ്ങനെയാണെങ്കിൽ താൻ രക്ഷപ്പെട്ടു. ഒരു പക്ഷേ തൻ്റെ അമ്മേനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ തനിക്ക് കിട്ടുമായിരിക്കും എന്നൊക്കെ കരുതി മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ്. പിന്നീട് നേരെ മുറിയിൽ ചെന്നതിന് ശേഷം ആലോചിച്ചു, ഇതിപ്പം അബിയേട്ടനോട് പറയണം, അല്ല ഇപ്പം വേണ്ട, അബിയേട്ടൻ വൈകുന്നേരം വരട്ടെ. അബിയേട്ടൻ വന്നു കഴിയുമ്പോൾ അബിയേട്ടനോട് ഈ കാര്യങ്ങളൊക്കെ പറയാം എന്ന് കരുതിയിട്ട് ജാനകി അതവിടെ വെച്ചിട്ട് ജാനകി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും അപർണ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നേ. അപർണ വന്നിട്ട് പറഞ്ഞു, ഓ, അച്ഛൻ മരിച്ചതിന് ശേഷം നിനക്ക് പിന്നെ ഇവിടെ കൂടുതൽ സ്വാതന്ത്ര്യമാണല്ലോ, ഇതിപ്പം നിന്റെ അബിയേട്ടൻ്റെ വീടാണല്ലോ അല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു, ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് അത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ട് വന്നോ അപർണെ? പിന്നെ നീ എന്തിനാ എഴുതാപ്പുറം വായിക്കണമെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ അപർണ പറഞ്ഞു, അല്ല, നിന്റെ അധികാരം ഇതൊക്കെ കണ്ടു പറഞ്ഞ എൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നീ എന്തൊക്കെയാ അവിടെ കാണിച്ചു കൂട്ടിയത്, എന്തൊരു പ്രകടനമായിരുന്നു ചോദിക്കണം. ഇത് കേട്ടപ്പം ജാനകി പറഞ്ഞു, അതെ, എനിക്കിപ്പം നിന്നോട് തർക്കിക്കാനൊന്നും സമയമില്ല, എനിക്ക് വേറെ ജോലി ഉണ്ടെന്ന് പറയാം. അതെ, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ട് നീ അങ്ങോട്ട് പോയാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നിരഞ്ജന അങ്ങോട്ടേക്ക് വന്നു. എന്താ ജാനി അടുത്തെന്ന് ചോദിക്കുക. ഒന്നുമില്ലാന്ന് പറയണം. അപർണ പറഞ്ഞു, ഇവളുടെ അഹങ്കാരം കണ്ടില്ലേ, അച്ഛൻ മരിച്ചിട്ട് ഇത്ര ദിവസമായുള്ളൂ, അപ്പോഴേക്കും ഈ വീട് അടക്കി ഭരിക്കാന്നുള്ളൊരു മോഹമായിട്ട് നടക്കുക. ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ എന്തേലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരും. ഈ അപർണ ആരാ നീയൊക്കെ അറിയാൻ പോകുന്നുള്ളെന്ന് പറയണം. ജാനകി പറഞ്ഞു, അപർണേ, നീ ഇപ്പൊ തൽക്കാലത്തേക്ക് പോകാൻ നോക്കുക. ഞങ്ങൾ ആരും ഇവിടെ അടക്കി ഭരിക്കാനൊന്നും വരുന്നില്ല. അറിയാലോ, എല്ലാരെ പോലെ തന്നെയാണ് ഞങ്ങളും. ഞങ്ങൾക്ക് ഈ വീട്ടിൽ പ്രത്യേകിച്ച് അവകാശങ്ങളോ അധികാരങ്ങളോ ഒന്നുമില്ല. പിന്നെ അച്ഛൻ ഞങ്ങളുടെ പേരിലേക്ക് എഴുതി വെച്ചെന്നും പറഞ്ഞുകൊണ്ട്
ഞങ്ങൾ ഈ വീട്ടിലെന്താ കൂടുതൽ അധികാരം കാണിക്കുന്നുണ്ടോ? ഇന്ന് വരെ അങ്ങനെ ചെയ്തിട്ടില്ല, ഇനി ഒട്ട് അത് ചെയ്യാനും പോകുന്നില്ലെന്ന് പറയണം. നിരഞ്ജന പറഞ്ഞു, ആ പറഞ്ഞ ഏട്ടത്തി പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യമാണെന്ന് പറയാം. വെറുതെ അപർണയ്ക്ക് ഓരോ കാര്യങ്ങളൊക്കെ തോന്നാം, ജാനിയേടത്തിനെ വെറുതെ കുറ്റപ്പെടുത്താൻ നിൽക്കേണ്ടെന്ന് പറയാണ്. ആ സമയം അപർണ പറഞ്ഞു, പിന്നെ എൻ്റെ അച്ഛൻ വന്ന് ഓരോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എന്തൊക്കെയായിരുന്നു ഇവള് പറഞ്ഞത്? ഇവളുടെ അച്ഛനും അമ്മേനെ മുന്നിൽ കൊണ്ടു നിർത്തുമെന്ന് എന്നൊക്കെ എന്ത് വെല്ലുവിളി നിർത്തി ഇവളുടെ ഭർത്താവ്. എന്നിട്ടോ എന്തായി കാര്യങ്ങള്? സ്വന്തം അച്ഛൻ ആരാ അമ്മ ആരെന്ന് പോലും അറിയത്തില്ലാത്ത ഇവളാണ് ഇനി അത് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇത് കേട്ടതും ജാനകി പറഞ്ഞു, എനിക്ക് നിന്നോട് കൂടുതലൊന്നും സംസാരിക്കാനില്ല അപർണ എന്ന് പറഞ്ഞിട്ട് ജാനകി ഇങ്ങോട്ട് തിരിയുകയാണ്. ഈ സമയം അപർണ വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. പിന്നീട് നിരഞ്ജന ജാനകിയോട് ചോദിച്ചു, അല്ല ജാനിയെടുത്തി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? അപർണയോട് ജാനിയെടുത്തി എന്താ ഇങ്ങനെ ഇത്ര ഇതായിട്ട് സംസാരിക്കുന്നത്? അതെന്ത് പറ്റി നിരഞ്ജനെന്ന് ചോദിക്കുക. അല്ല മുമ്പൊക്കെയെന്ന് പറഞ്ഞാൽ അപർണ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുക്കുന്ന ജാനിയെടുത്തിയാ. ഇപ്പോഴെന്താ അവളുടെ അടുത്ത് സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്നത്? രണ്ടെണ്ണം കൂടെ പറയാൻ എല്ലാവരും ചോദിക്കും. ഏയ് അങ്ങനെയൊന്നുമില്ല, ഞാൻ പറഞ്ഞുകൊണ്ട് എന്താ പ്രയോജനം ഇരിക്കുന്നത്? അവളും എൻ്റെ അനിയത്തിയല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും നിരഞ്ജന പറഞ്ഞു, അനിയത്തിയൊക്കെ തന്നെയാ, എന്നാലും നിരഞ്ജനയുടെ വിചാരം എന്താ തന്നെ പോലെ തന്നെ അവളും, അത്രേ ജാനിയെ കരുതിയിട്ടുള്ളൂ. പക്ഷേങ്കിൽ തൻ്റെ സ്വന്തം ചോരയാണ് അപർണ എന്നുള്ള തിരിച്ചറിവ് ജാനിയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം അവൾക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ജാനകി അവളോട് ക്ഷമിക്കുന്നതെന്നുള്ള കാര്യം. പിന്നീട് നിരഞ്ജന പറഞ്ഞു, എന്നാലും ഇത് കുറച്ച് കടന്ന കൈയോട്ടാ ജാനിയെടുത്തി മിണ്ടായിരിക്കുന്നോളൂ, അവള് തലേ കയറി നിരങ്ങുള്ളൂ, അപർണയുടെ സ്വഭാവം അറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് നിരഞ്ജന അങ്ങോട്ട് പോവാണ്. ആ സമയം ജാനകി മനസ്സിലോർക്കുക, അച്ഛൻ മുമ്പ് പറഞ്ഞിരുന്നേ ഒരു കാരണവശാലും അപർണനെ വേദനിപ്പിക്കുക ഒന്നും ചെയ്യരുത്, നിന്റെ അനിയത്തിയല്ലേ അവള്, ഇന്നല്ലെങ്കിൽ നാളെ നീ ആ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുമെന്ന്. ഒരുപക്ഷെ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടായിരിക്കും അന്ന് അച്ഛൻ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും അറിയാതെ തന്നെ ജാനകിയുടെ കണ്ണു നിറഞ്ഞു വന്നു. പിന്നീട് വൈകുന്നേരം അബി വീട്ടിലേക്ക് വരും. അബിക്കാണെങ്കിൽ അവിടുന്ന് രേഖകളും കാര്യങ്ങളും ഒന്നും കിട്ടിയില്ല. ആ ഒരു വിഷമത്തിലാണ് അബി വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ജാനകി അബിനെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് ആ ഫയലെടുത്ത് കാണിക്കണം. കാണിച്ചിട്ട് ആ പേരും കാര്യങ്ങളും എല്ലാം കാണിച്ചു. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അബി ചോദിച്ചു, അല്ല ഇതെന്താ? അല്ല ഞാൻ നോക്കിയിട്ട് ഇതാണ് അച്ഛൻ്റെ റൂമിൽ നിന്ന് കിട്ടിയത്. എനിക്ക് തോന്നുന്നു ഈ രാധാമണി വാരിസർ എന്നുള്ള വിളിപ്പേരാണെങ്കിലോ ഒറിജിനൽ നെയ്മ ഈ കാണുന്ന ആണെങ്കിലോ എന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ അബിയുടെ മനസ്സിലൊരു ഇതുണ്ടായി. കാരണം ഇതൊക്കെ താൻ കണ്ടതാണ്, പക്ഷെ ശ്രദ്ധിച്ചില്ല. രാധാമണി വാരിസർ എന്നുള്ള പേരല്ലേ നോക്കുന്നുള്ളൂ ഫയലിനകത്ത്, വേറെ പേരൊന്നും കണ്ട അങ്ങനെ ശ്രദ്ധിക്കത്തില്ലോ. അപ്പൊ അതുകൊണ്ട് തള്ളിക്കളയോ ചെയ്തേ. പക്ഷെ ഒരു പക്ഷേ ഇനിയിപ്പോൾ ജാനകി പറഞ്ഞ പോലെ ഇതാണോ? അങ്ങനെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം നോക്കുവാണ്. അങ്ങനെയാണെങ്കിൽ അബിയേട്ടാ ഇതെൻ്റെ അമ്മയാണെന്ന് എനിക്ക് സംശയമുണ്ട്, നമുക്ക് അന്വേഷിക്കണം എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ അബി പറഞ്ഞു, നീ ധൈര്യമായിട്ടിരിക്കുക, ഒരു പക്ഷേ ഇതാണെങ്കിൽ നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം. ഇനിയിപ്പോൾ ഈ കമ്പനി മുമ്പുണ്ടായിരുന്ന ഇവരാണോ ഈ സ്ത്രീയാണെന്ന് അറിയാലോ എന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ജാനകി പറഞ്ഞു, അത് ശരിയാ അബിയേട്ടാ, എന്നിട്ട് വേണം എനിക്ക് എൻ്റെ അച്ഛൻ്റെ മുന്നിലേക്ക് അവരെ കൊണ്ടുവരാനായിട്ട്. ഇത്രയും കാലം എന്നെ വെല്ലുവിളിച്ച് എനിക്ക് അച്ഛനും അമ്മയില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചവരുടെ മുന്നിൽ എനിക്ക് എൻ്റെ അമ്മേനെ കൊണ്ടുവന്ന് കാണിക്കണം. ഇതാ എൻ്റെ അമ്മയെന്ന് എനിക്ക് ലോകത്തോട് വിളിച്ചു പറയണം. ഞാൻ കുറേ കാലങ്ങളായി ഈ അധിക്ഷേപം കേട്ടുകൊണ്ടിരിക്കുന്നത്, ഇനിയെങ്കിലും എനിക്ക് അതൊന്ന് മാറ്റിയെടുക്കണമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ അബി പറഞ്ഞു, ധൈര്യമായിട്ടിരിക്കുക, നീ വിഷമിക്കണ്ട, എന്തിനും ഏതിനും ഈ അബിയല്ലേ നിന്റെ കൂടെ ഉള്ളതെന്നൊക്കെ പറയണം. പിന്നീട് തമ്പി അപർണേനെ വിളിക്കുകയാണ്. അപർണേനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഒരു കാര്യമുണ്ട് മോളെ എന്ന് പറയണം. എന്താ വെച്ചാ എത്രയും പെട്ടെന്ന് തന്നെ ആ അളകാപുരിവിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്ന് പറയണം. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ 10 ദിവസം കഴിയുമ്പോൾ നിന്നെ അവനും അവളും കൂടെ അവിടെ ഇറക്കി വിടുമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അതിനും അപർണ പറഞ്ഞേ, അങ്ങനെയൊന്നും അവൻ വഴിയില്ലെന്ന് പറയണം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പ്രഭാവതിനെ നീ എത്രയും പെട്ടെന്ന് കയ്യിലെടുക്കാൻ നോക്ക്, ഇനിയിപ്പോൾ അവരാണ് നമ്മുടെ ഏറ്റവും വലിയ തുറുപ്പ് ചീട്ടെന്നൊക്കെ പറയണം. ആ സമയം അപർണ പറഞ്ഞു, അങ്ങനെ എന്തേലും ഇനിയിപ്പോൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്ന് എങ്ങാനും അവളെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അവളെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് ഞാൻ പോകണമെന്ന് അപർണ പറയാണ്. ആ സമയത്താണ് സുമംഗലാമ്മ ഇങ്ങോട്ട് വരുന്നത്. സുമംഗലാമ്മ കേട്ട് ഫോണിൽ കൂടെ അപർണ പറയണേ, ഓഹോ അപ്പൊ അതാണ് കാര്യങ്ങൾ, അച്ഛനും മോളും കൂടി വീണ്ടും പദ്ധതികളൊക്കെ ഇടുവാണ്, ഇങ്ങോട്ട് വാ, നിന്റെയൊക്കെ പേരിലേക്ക് ഇപ്പൊ എഴുതി തരുന്നുണ്ട്, കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് സുമംഗലാമ്മ ഇങ്ങോട്ട് കയറി പോവാണ്. അപ്പൊ സുമംഗലാമ്മയ്ക്ക് കുറെ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു, മനസ്സിലായി. ഇനിയിപ്പോൾ അപർണേനെ തമ്പിനെ നമ്പി നിന്നിട്ട് കാര്യമൊന്നുമില്ല, ഇവർ പണി തരുമെന്നുള്ള കാര്യം. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഇനിയിപ്പം ജാനകി അബിയും കൂടെ അമ്മേനെ അന്വേഷിച്ച് പോവാണ്. അവസാനം രാധാമണി വാരിസരെ കണ്ടെത്തുക തന്നെ ചെയ്യും. അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.